കറണ്ട് ഭയങ്കര പ്രശ്നമാണ്. അതെ, ചെറിയ പ്രശ്നമല്ല, വളരെ ഗൗരവത്തിൽ തന്നെയാണ് അതിനെ കാണുന്നത്. ജനങ്ങളുടെ മുമ്പിൽ ആ കാര്യങ്ങൾ ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. മഴയുടെ പ്രശ്നമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തൊട്ടാകെയുണ്ട്, രാജ്യത്തിനപ്പുറത്തുമുണ്ട് എൽ നിനോ പ്രതിഭാസം. നമുക്ക് കഴിഞ്ഞ വർഷത്തിൽ ഈ സമയത്ത് ആവശ്യം 3500 മുതൽ 3600 വരെ മെഗാവാട്ടായിരുന്നെങ്കിൽ ഈ വർഷം അത് 4700 to 4800 1100 മെഗാവാട്ടിൻ്റെ വർധനവ് നമ്മൾ ആവശ്യത്തിലുണ്ടായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഉൽപ്പാദനം 45 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് 17 to 18 ദശലക്ഷം യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ നമ്മളുടെ ജലസംഭരണികളുടെ ഈ കാലഘട്ടത്തിലെ ശേഷി 60% ഇപ്രാവശ്യം അത് 28% പകുതിയിൽ കണ്ട് നമുക്കുള്ള ജലസംഭരണികളിലെ ജലസമ്പത്ത്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ജലം നമുക്ക് കുറഞ്ഞു. പിന്നെ നമ്മൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അന്ന് കൊടിയ വേനൽ വന്നപ്പോൾ നമുക്ക് ജൂൺ പകുതിയോടുകൂടി തിരികെ കൊടുക്കാമെന്നുള്ള ധാരണയിൽ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് നമ്മൾ കടം വാങ്ങി, അതിന് പറയുന്ന സാപ്പ് എഗ്രിമെൻ്റ് എന്നാണ്. ജൂൺ 15 ശേഷം നമ്മളത് മുടക്കാതെ തിരികെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നാഷൻ വൈഡ് ആയിട്ടുള്ളൊരു പ്രശ്നമായതുകൊണ്ട് നമുക്ക് വൈദ്യുതി തരേണ്ട സംസ്ഥാനങ്ങൾ അവരെല്ലാം ഈ ചൂട് കൂടുന്നത് കൊണ്ട് വൈദ്യുതി ഉപയോഗം കൂടുകയാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ വില കൊടുത്ത്, കേരളത്തിൻ്റെ മറ്റൊരു സവിശേഷത, നമുക്ക് പകൽ ആവശ്യത്തിന് വൈദ്യുതിയുണ്ട്, പകൽ നമുക്ക് സോളാർ എനർജിയുണ്ട്. ആ സോളാർ ഉൽപ്പാദിപ്പിക്കുന്നവർ ഗ്രിഡിലേക്ക് കൊടുത്തിട്ട് രാത്രിയിൽ അവർ തിരികെ എടുക്കുകയാണ്. പകൽ നമ്മുടെ വൈദ്യുതിയുടെ ഒരു യൂണിറ്റിൻ്റെ ചാർജ് 1 പൈസയാണ്, 1 രൂപയല്ല, 1 പൈസയാണ് ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് പകൽ ചാർജെങ്കിൽ രാത്രിയിൽ 10 രൂപ കൊടുത്താൽ അത് കിട്ടില്ല. പരിഹരിക്കാൻ ഇപ്പോൾ നമ്മൾ ചില ദീർഘകാല കരാറുകൾ നേരത്തെ ഹരിയാടൻ മുഹമ്മദ് മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടാക്കിയിരുന്നു. 4/29 നമുക്ക് രാത്രിയും പകലും വൈദ്യുതി കിട്ടുന്ന കരാറായിരുന്നു. ആ കരാർ പിന്നീട് റദ്ദാക്കപ്പെട്ടു. ആ കരാർ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. കപിൽ സിബിൽ എന്ന പ്രമുഖ വക്കീലിനെ, ഒരു ദിവസം 15 ലക്ഷം രൂപ ഫീസ് മേടിക്കുന്ന വക്കീലിനെ വെച്ച് ആ കേസ് നമ്മൾ നടത്തുന്നുണ്ട്. ഒരു കാര്യം, മറ്റ് സ്റ്റേറ്റുകളുമായിട്ട് നമ്മൾ ആശയവിനിമയം നടത്തുന്നു. ദീർഘകാല അടിസ്ഥാനത്തിൽ മാത്രമേ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ വേനൽക്കാലത്ത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന, പകൽ സമയത്ത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ എനർജി നമുക്ക് പ്രിസർവ് ചെയ്യാൻ ബാറ്ററി സ്റ്റോറേജ് എന്ന് പറയും ആ സ്കീം. കേരളത്തിൽ അത് ഇതുവരെ ഒരു സ്ഥലത്തും ആ ബാറ്ററി സ്റ്റോറേജ്, എറണാകുളത്ത് ഒരു മോഡൽ ഒരു കമ്പനി കൊണ്ട് സൗജന്യമായിട്ട് സ്ഥാപിച്ചതൊഴിച്ചാൽ ഒരു സ്ഥലത്തും നമുക്ക് ബാറ്ററി സ്റ്റോറേജ് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. 6 സ്ഥലങ്ങളിൽ അതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ കാസർഗോഡും ശ്രീകണ്ഠപുരത്തും 3 സ്ഥലങ്ങളിൽ തിങ്കളാഴ്ച തന്നെ അത് പോയി പരിശോധിക്കുകയാണ്. അത് വേഗത്തിൽ തീർക്കാൻ ശ്രമിക്കണം. കുറച്ച് നാളത്തേക്ക് ഈ പ്രയാസമുണ്ടാകും. പിന്നെ ജനങ്ങളും സഹകരിക്കണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് വരുന്ന വഴിക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ലൈറ്റുകൾ, ആഡംബര വിളക്കുകൾ കത്തുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഒരു സംഘം വന്നിരുന്നു പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട്. അവർ ആവശ്യപ്പെട്ടത്, കേന്ദ്ര ഗവൺമെൻറ് പറയാൻ പോകാണ്, നമ്മളുടെ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും നമ്മൾ AC ഇടുന്നത് 27 ഡിഗ്രി സെൽഷ്യസിലാക്കണം. അത്രയാക്കിയില്ലെങ്കിൽ 25 ഡിഗ്രി സെൽഷ്യസിലെങ്കിലും ആക്കുക. ആഡംബര വിളക്കുകൾ ഒഴിവാക്കുക. രാത്രിയിൽ ഇസ്തിരി ഒഴിവാക്കുക. അങ്ങനെയുള്ള മോട്ടർ രാത്രിയിൽ ഒഴിവാക്കുക. കുറേയേറെ സഹകരിക്കുക. എന്നോട് മുൻ വൈദ്യുതി മന്ത്രി AK ബാലൻ ഒരു ട്രെയിൻ യാത്രയിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. ഇത്തരത്തിൽ ജനങ്ങളോടൊരു അഭ്യർത്ഥന വെക്കണമെന്നോട് ആവശ്യപ്പെട്ടു. ഞാനത് ആവർത്തിച്ച് അഭ്യർത്ഥിക്കുകയാണ്. ജനങ്ങൾ സഹകരിക്കണം. ഡിപ്പാർട്ട്മെന്റ് വളരെ അലർട്ടാണ്. അത് ഞാൻ കോട്ടയത്ത് നിന്ന്, ഞാനിപ്പോൾ കോട്ടയത്താണല്ലോ ഉള്ളത്. കോട്ടയത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഒരു ചാനലിലൊരു വാർത്ത കണ്ടു. ഞാനത് പല സ്ഥലത്തും പ്രസംഗിച്ചതാണ്. എന്താണ്, ഒരു ജനപ്രതിനിധികളുടെ ഓഫീസിൽ കയറിയപ്പോൾ ചെയർപേഴ്സന്റെ റൂമിൽ AC ഇട്ടിട്ടുണ്ട്, ഫാൻ കറങ്ങുന്നുണ്ട്, ചെയർപേഴ്സൺ അവിടെ ഇല്ല. യു ആർ ദ റിപ്പോർട്ടർ മാതൃഭൂമി, ഐ കൺഗ്രാജുലേറ്റ് യു. ഞാൻ മാതൃഭൂമിയിൽ നിന്ന് തന്നെ പല സ്ഥലത്തും പ്രസംഗിച്ചതാണ്, പല സ്ഥലത്തും കോട്ട് ചെയ്ത് പ്രസംഗിച്ചതാണ്. ഞാൻ 14 ജില്ലകളിലും ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും യോഗം വിളിച്ചു. ആ യോഗത്തിൽ ഞാൻ കുറേ സ്ഥലത്ത് ഇത് പറഞ്ഞതാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ മന്ത്രി ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വൈദ്യുതി ഓഫാക്കിയിട്ടാണ് വരുന്നത്. MLA ഹോസ്റ്റലായിരുന്നപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ മന്ത്രി ആയതുകൊണ്ട് മാത്രം ശീലിച്ചതല്ല, അല്ലാതെ ശീലിച്ചതാണ്. എല്ലാവരും അതിലേക്ക് വരണം. ഒരുപാട് അനാവശ്യ ദുരുപയോഗമുണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ്. അത്യാവശ്യ ഉപയോഗത്തിന് നമുക്ക് സാധിക്കാത്ത സാഹചര്യം വരുമ്പോൾ ദുരുപയോഗം അവരവർ നിയന്ത്രിക്കണം. അതിന് ബോർഡും ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കും. അത് തെറ്റായ പ്രചരണമാണ്. നിങ്ങൾ ഏപ്രിൽ മാസം നോക്ക്, ആരുടെ കാലമോ? ഏപ്രിൽ മാസം 22 മുതൽ 27 വരെ വൈദ്യുതി കട്ടുണ്ടായിരുന്നു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മെയ് 11, 18 വന്നേ, മെയ് 10, 11 തീയതികളിലെ പവർ കട്ടുണ്ടായിരുന്നു.
AK ബാലൻ തന്നെ എന്നോട് ഈ ആഹ്വാനം നടത്താൻ പറഞ്ഞത് അദ്ദേഹം നടത്തിയ ആഹ്വാനത്തിന്റെ ഫലം കണ്ടിട്ടാണെങ്കിൽ അതിൻ്റെ തന്നെ അപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം രാഷ്ട്രീയ പറയുന്നതെങ്കിൽ ആര്യാടൻ മുഹമ്മദ് ഉണ്ടാക്കിയ ദീർഘകാല കരാർ റദ്ദാക്കിയതിന്റെ റിസൾട്ട് കൂടിയാണ്. ഇനി സംസ്ഥാനത്തിന് 1000 മെഗാവാട്ട് വൈദ്യുതി കൂടി മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ അതല്ല, അങ്ങനെയല്ല വരുന്നത്. ഇനി നമുക്ക് 1000-ന്റെ അധികം ആവശ്യമുണ്ട്. 1000-ന്റെ അധിക ഉപയോഗം ഈ ഒരു വർഷം വന്നു. എന്നാൽ ഉൽപ്പാദനം കൂടിയില്ല, ഉൽപ്പാദനം കുറഞ്ഞു. ഉപഭോഗം കൂടി, ഉൽപ്പാദനം കുറഞ്ഞു. അവിടെയാണ് ഉപഭോഗം എന്തായാലും എത്ര പറഞ്ഞാലും കുറയ്ക്കാൻ കഴിയില്ല. കാരണം കൂടുതൽ സ്ഥാപനങ്ങൾ വരും, കൂടുതൽ വീടുകൾ വരും, കൂടുതൽ ആവശ്യങ്ങൾ വരും, കൂടുതൽ ചൂട് വരും. ഉപഭോഗം സ്വാഭാവികമായിട്ടും കൂടും. പക്ഷെ ആ ഉൽപ്പാദനം കൂട്ടാനുള്ള എല്ലാ നടപടികളുമാണ് നമ്മൾ തീവ്ര യത്നമാണ്. കേന്ദ്രം നമുക്ക് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്. കിട്ടാനുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം, ഫുട്ബോളിന് വേണ്ടി നമ്മൾ പകലും കൂടെ വാങ്ങുക. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഈ ലോഡ് ഷെഡിങ് എത്ര ദിവസം കൂടി അത് കൃത്യമായിട്ട് എനിക്ക് അങ്ങനെ പ്രവചിക്കാൻ പറ്റില്ല. അത് വേറൊരു കാര്യമാണ്. അതിലെ വേറൊരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ അന്ന് തന്നെ ഓരോ ദിവസവും വാങ്ങുക, ഓരോ ദിവസം വാങ്ങുകയാണ്. നമ്മളിങ്ങനെ ഓഫർ കൊടുത്തിരിക്കുകയാണ്, ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ അവർ പുറകോട്ട് പോകും, നമുക്ക് തരാമെന്ന് പറഞ്ഞവൻ തരില്ല, കൂടുതൽ വിലയ്ക്ക് വിൽക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നതനുസരിച്ച് ചിലപ്പം കൂടുതലായിട്ട് ഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. പിന്നെ വേറൊരു കാര്യം, ഇതിനെ നിയന്ത്രിക്കുന്ന ലോഡ് ഡിസ്പാച്ചിങ് സെന്റർ എന്ന് പറഞ്ഞൊരു സ്ഥാപനം, അത് ദേശീയ തലത്തിലുള്ള സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ട് ബാംഗ്ലൂരിലുണ്ട്. ഞാൻ തന്നെ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം എനിക്കും കൂടി അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു. നമുക്കെന്നാ ഒരു സ്ഥലത്ത് 2 പ്രാവശ്യം വരുന്നതിനെ നിയന്ത്രിക്കാൻ പാടില്ലേ, അല്ലെ മുൻകൂട്ടി അറിയിക്കാൻ പാടില്ലേ എന്ന ചോദ്യത്തിന് ഇന്നത്തെ പത്രങ്ങളിൽ നമ്മുടെ ചെയർമാൻ രാജമാണിക്യത്തിന്റെ ഒരു വിശദീകരണമുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോഴാണ് ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന റീജിയണൽ ലോഡ് ഡിസ്പാച്ചിങ് സെന്ററാണ്. നമ്മൾ അധികം ഉപയോഗിച്ചാൽ അപ്പോൾ തന്നെ കട്ട് ചെയ്യാൻ പറയും. കട്ട് ചെയ്തില്ലെങ്കിൽ അവർ മുഴുവൻ കട്ട് ചെയ്യും. അപ്പോൾ ചില മേഖലകളിൽ, ചില സെക്ഷനുകളിൽ നമ്മൾ കട്ട് ചെയ്യാൻ നിർബന്ധരാകുന്നു. അതാണ്, അതിനോട് എല്ലാവരുടെയും സഹകരണമാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. അധിക വിലയ്ക്ക് വാങ്ങാൻ ഇപ്പോൾ ഇന്നലെ ഒരു ഏത് മാധ്യമമെന്ന് എനിക്കറിയില്ല, മാധ്യമത്തിൽ വന്ന വാർത്ത ശരിയാണ്, ചെറിയ പൈസയ്ക്ക് കിട്ടാൻ. പക്ഷേ അത് പ്രവർത്തിക ഫലത്തിൽ വരണമെങ്കിൽ 2027 ആവും. ഈ ക്രൈസിസ് മാനേജ് ചെയ്യാൻ ഇപ്പം ഞായറാഴ്ചത്തേക്ക് ഫുട്ബോളിന് വേണ്ടി നമ്മൾ അധിക വിലയ്ക്ക് വാങ്ങുക. പകല് നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. പകൽ 1 പൈസയ്ക്ക് കിട്ടുന്ന സാധനം നമ്മൾ 10 രൂപയ്ക്ക് വാങ്ങാണ് ആവശ്യമില്ലാതെ. കാരണം എന്താ, രാത്രി 10 രൂപയ്ക്കെങ്കിലും കിട്ടാൻ വേണ്ടി നമ്മൾ വാങ്ങുകയാണ്. എന്തോ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തിയിട്ട് വഖഫ് വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതായത് ഹർജിക്കാർക്കൊപ്പം ഞാൻ കണ്ടില്ല. സ്കൂൾ പരിസരത്ത് നിധി കൂടുതൽ പറയാൻ പാടില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.